കുഞ്ഞാപ്പോ എവിടക്കോടോ ധൃതിയിൽ പോണ്? ധൃതിയിൽ പോവല്ലടാ, ഞങ്ങൾക്ക് കല്യാണം ഉണ്ട്. ഈ മായ ആണെങ്കിൽ കുറച്ച് പെയ്യും കുറച്ച് പെയ്യൂല. ഇനി ഞങ്ങൾക്ക് കല്യാണത്തിന് പോവാൻ മായ പെയ്ത് നിങ്ങൾ കുടുങ്ങൂലേ? ആകെ ഒരു കുട ഉണ്ട്, ആ കുട ആണെങ്കിൽ കീറിയ കുടയും. അത് ബേജാറായിട്ട് നടക്കുക. ഇനി പെയ്തുണ്ടെങ്കിലോ കല്യാണം ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു കല്യാണമാണ്, അമ്മായിന്റെ പേരക്കുട്ടിന്റെ മോന്റെ കല്യാണമാണ്. ഇമ്മ അറിഞ്ഞ അതിന് എന്തായാലും പോണോന്ന്. ആൺകുട്ടികളെ കല്യാണം അല്ലേ, അപ്പൊ കായൊന്നും കൊടുക്കണ്ടല്ലോ. മറ്റേ പെൺകുട്ടികളെ കല്യാണത്തിന് കായ് കൊടുക്കാതെ തിന്നാൻ പറ്റൂലല്ലോ കുഞ്ഞാപ്പൂന്ന് പറഞ്ഞു ഇമ്മ. അപ്പൊ നോക്കി ഇപ്പൊ നോക്ക് മഴക്കാർ പിന്നെയും വരി തന്നെയാ, കണ്ടില്ലേ? ഇവിടെ നിന്നാല് മഴ പോവോ? അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാല് മഴ പേടിക്കോത്രേ. അന്നെ കണ്ടാലോ? ഇന്നെ കണ്ടല്ല, നമ്മള് കൊട ഇടാതെ നടക്കുമ്പോൾ മഴ പേടിച്ച് കൊണ്ടുപോത്രേ. അങ്ങനെ ഉണ്ടാ? ഒരാള് പറഞ്ഞിക്കണ്. ഇനി ഇപ്പൊ മഴ ചേട്ടാ. അല്ല മഴ പേടിച്ച് പോകാൻ വേണ്ടിട്ട് നടക്കല്ലേ? ശരി. അല്ലടാ അല്ല ചോദിക്കട്ടെ, എന്റെ പണ്ടോടൊന്നല്ല എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അപ്പത്തിന് അത് എന്നോട് സുബൈദ വന്ന് നീട്ടിയില്ലേ? അതൊക്കെ ഞാൻ അറിഞ്ഞ്. അറിയില്ല, സുബൈദ വന്ന് നീട്ടിയതാണ്. എല്ലാരും അറിഞ്ഞിരിക്കണം, ആരും ഞാൻ അറിയാത്ത. നാളെ എന്നോട് പറയാ, എന്റെ അമ്മാക്ക് വെജാതെ കിടന്നപ്പോ സുബൈദ ഒന്ന് കടന്നു നോക്കിട്ടില്ല. സുബൈദ ഏതാ വളവത്തി. ഇന്നലെ ഞങ്ങളോട് ബഹളൊക്കെ കേട്ടപ്പോ ആദ്യം വന്നത് സുബൈദയാണ്. ചിരിക്കാൻ വേണ്ടിട്ട് എന്താച്ചിട്ട് കണ്ടിട്ട് ചിരിക്കണല്ലോ. ഏതാ വളവത്തി, എന്താ ചേട്ടാ ബഹളം നടക്കാൻ എനിക്കറിയോ? ഇപ്പൊ ഭയങ്കര കറണ്ട് ബില്ല് കൂടുതലല്ലേ? അപ്പൊ ഞാനടുത്ത് ഇറങ്ങി ഇമ്മാനോട് നിങ്ങളെ ആവശ്യത്തിനൊക്കെ കറണ്ട് കിട്ടാൻ മതി, ഫാനും ലൈറ്റും ഒന്നും ഇങ്ങനെ അധികം ഇടണ്ട, കറണ്ട് ബില്ല് ഇനി കൂടി വരികത്രേ. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു, ഞാനിപ്പോ അനക്കുണ്ട്, കറണ്ട് ഇട്ടാലും ഫാൻ ഇട്ടാലും നിർത്തൂല, ഇങ്ങനെ പോവും. ഇനി ഒരു കാര്യം ചെയ്യും, ഒരു കറണ്ട് ഇട്ടാ മതിയായിരുന്നു, ഒരു കറണ്ട് ഒരു ബൾബ് കറണ്ട് ഇട്ടാ മതിയായിരുന്നു. അങ്ങനെ കിടക്കുമ്പോ ഇനി ഞാൻ ഉമ്മ പറഞ്ഞ അനുസരിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ ഉമ്മ ആണെങ്കിൽ എന്നോട് കറണ്ട് ഇടരുതെന്ന്. അപ്പൊ പിന്നെ ഞങ്ങൾ കിടക്കുമ്പോ കറണ്ടൊന്നും ഇട്ടില്ലട്ടാ, വളവ് ഇട്ടില്ല. അപ്പൊ മൂത്രയ്ക്കാൻ മുട്ടിയിട്ട് ഞാൻ പോവുകയായിരുന്നു. ഇനിയിപ്പോ കറണ്ട് ബില്ല് കൂടണ്ടാച്ചിട്ട് ഞാൻ കറണ്ട് ഇട്ടില്ല, വളവ് ഇട്ടില്ല. അങ്ങനെ ഞാൻ മോനെ ഇങ്ങനെ പോകുമ്പോ തട്ടി തറഞ്ഞാണ്ട് വീണു ഞാന്. കണ്ടിടായിട്ട് അതിന് ഇമ്മാണ്ട് ചീറി, ഞാനാണ്ട് ചീറി ഇമ്മാ 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 വെച്ചിട്ട്. അപ്പൊ ഇമ്മ ഈ ഇഷ്ടത്തല്ലേ, ഇമ്മ വണ്ടി വന്നിട്ട് ഞങ്ങളോട് കള്ളം കയറിയേ എന്റെ കുഞ്ഞാപ്പൂനെന്താ അടിക്കണ് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ എന്താണ് ഇമ്മ കരഞ്ഞിട്ടിട്ടില്ല, ഇഷ്ടത്ത് വീണതല്ലേ. അപ്പൊ അടുത്തുള്ളവരൊക്കെ വണ്ടി വന്ന് ഞങ്ങൾ അപ്പടെ ഉറങ്ങിയിട്ടുള്ളൂ. അതിന്റെ ഇടയില് സുബൈദി വണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് അടുത്തുള്ള ആരാ പറഞ്ഞു, ആ കരണ്ടാണ്ട് ഇടടോ, ആ വളബാണ്ട് ഇട്ട് എന്നാലേ ആൾക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വളവ് ഇട്ടുമ്പോ ഞാൻ തടഞ്ഞു വീണതാണ്. അപ്പൊ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്താണ് വളവിടാതെ അപ്പൊ ഇഷ്ടത്ത് വീണാന്ന് പറഞ്ഞു. ഇനി പറയാത്ത ഇല്ല, എന്താണ് നിങ്ങക്ക് പിരാന്തായ അമ്മാക്ക് മോനിക്കും ഒരു വളവ് ഇട്ടിച്ചൂടെ നിങ്ങക്ക്? രണ്ട് വലിയ കൂടെ നിങ്ങൾ ഓവറായിട്ട് എന്താണ് ഓവറായിട്ട് ഉപയോഗിക്കണ്ട അങ്ങനൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യത്തിനൊക്കെ കത്തിച്ചൂടെ? എന്ത് പൊട്ടത്തരാ നിങ്ങൾ ചെയ്തത്? ഇപ്പൊ എല്ലി പൊട്ടാത്ത ഭാഗ്യമാണ്. അപ്പൊ സുബൈദ അവിടെ എത്തി നോക്കി, എല്ലി പൊട്ടാത്തതിന് ആദ്യം അവള് ചിരിച്ചു. അപ്പൊ എന്നോട് വെച്ചാൽ എനിക്ക് എന്തിനും കുഴപ്പമുണ്ടായി. ഞാൻ പറയും കുഴപ്പമൊന്നും കാണില്ല. അന്നേരം സുബൈദ എന്തൊക്കെ പെറുപിടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അവളൊക്കെ മോനും കുറച്ച് കൂടുതലാണ്, അങ്ങനെ വേണം. അങ്ങനെ പറയാൻ പാടില്ലല്ലേ. എല്ലാ കുഞ്ഞാപ്പൂ കറണ്ട് ചെലവഴിച്ചിട്ട് ആരെങ്കിലും ഏറ്റിടാതെ പുറത്തു പോവോ രാത്രിയൊക്കെ? എന്നോട് പറയാൻ ഇമാക്ക് തുച്ഛ പൈസ കിട്ടണ കൊണ്ട് ഒക്കെ കറണ്ട് ബില്ലല്ലേ ഇറക്കാണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്തതാണ്. എന്നിട്ട് ഒന്നും പറ്റിയില്ല, അള്ളാന്റെ ഒരു ഇത് കാരണം ഒന്നും പറ്റിയില്ല. അങ്ങനെ ഉണ്ടായപ്പോ ലോകട്ടാകെ പാട്ടായി. അത് ഓളന്നെയാണ്, വേറെ ആരും ഇല്ല. ഇത്ര പേര് കറണ്ട് ബില്ല് ഉണ്ടപ്പോ എനിക്ക് ആകെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ലൈറ്റ് ഇടുള്ളൂ. അങ്ങനെ അല്ലടാ, ഇനി കറണ്ട് ബില്ല് കൂടുന്നല്ലേ പറഞ്ഞു. ശരി, ഇനി കൂടുന്നു നിർത്തി വെക്കാണ്, തുടക്കം തന്നെ കുറച്ച് കറണ്ട് കത്തിക്കാൻ വെക്കാണ്. അങ്ങനെ പറയാ എന്റെ വാവാ, അല്ലാത്തൊരു കൊടുങ്ങലായി പോയി. അല്ല അതൊക്കെ പോട്ടെ, ഇഞ്ഞാലും ശ്രദ്ധിച്ചോ പുറത്തൊക്കെ ഇറങ്ങുമ്പോ? ശ്രദ്ധിക്കണല്ലേ, ഞാൻ എന്നാ പോട്ടെ, കല്യാണത്തിന് പോണം നിങ്ങക്ക്. അല്ല എന്തെങ്കിലും തിന്നത്? അല്ലല്ല, ഇമ്മ എന്നെ ചീത്താണെങ്കിൽ ഇന്നാൾ തന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനി വള്ള വീർപ്പിച്ച് വരണ്ട കുഞ്ഞാപ്പോ, അവിടുന്ന് ചോറൊന്നും തിന്നാൻ പറ്റൂല. അപ്പൊ ഞാൻ ഇപ്പൊ ഒന്നും തിന്നിട്ടില്ല, അമ്മയും തിന്നിട്ടില്ല. ഇനി ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് അവിടുന്ന് നിറച്ചു തിന്നു. റെഡിയായി നിക്കാണോ പോവാന്? പോവല്ലോടോ, എവിടെങ്ങനെ കല്യാണം പറഞ്ഞു?
നമ്മളെ കുടുംബത്തിന്റെ എടാ. ശരി വകയില് കുടുംബത്തിന്റെ ചെക്കന്റെ കല്യാണാണ്. എന്റെ കല്യാണം കായ് കൊടുക്കേണ്ട ഒരു വെള്ളത്തിനുണ്ട്. അത് ശരി. ചെക്കന്റെ കല്യാണം ഞാൻ അറിഞ്ഞിട്ടൊന്നും ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല. ഒരു ഫോൺ വിളിച്ചത്രേ. അപ്പൊ പറഞ്ഞതാണ് ഓര്. അത് ശരി ഫോൺ വിളിച്ച് പറഞ്ഞാണല്ലേ? ഫോൺ വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ പോയിട്ടാ മജീദ് പോയിക്കൊന്ന